ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്താൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും പിന്നെയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു കൈപ്പിടിക്ക് കറിവേപ്പിലയും, ഒരു 4 പച്ചമുളക് അരിഞ്ഞതും, ഒരു 8 വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകിൻ്റെയും ഉലുവൻ്റെയും പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ സ്റ്റൗ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മളെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിത് ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് സുർക്ക ആഡ് ചെയ്യാം. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, സുർക്ക മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സുർക്ക മാത്രം എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ നന്നായിട്ടൊന്ന് തിക്കാവും. അപ്പോൾ നമുക്ക് അപ്പം വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ തിക്നെസ്സിനനുസരിച്ച് ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്